ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വയനാട് എത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി. ആന്റെ കുട്ടീനെ എങ്ങനെ ഇരിക്കുക? നമ്മൾ ആന കണ്ടാൽ ആന്റെ കുട്ടീനെ പോയി ചെറിയ കുട്ടിയല്ലേ, അതിനെങ്ങനെ ഇരിക്കുക? സോ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ചെടികളും പൂക്കളും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതോ കാണിച്ചിട്ട് കണ്ടില്ല. പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കാട്ടരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് തിരിച്ചു കയറുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെയൂര് എന്ന് പറയുന്ന വയനാട്ടിലെ എൻ്റെയൂര് ഗോത്ര പൈതൃക ഗ്രാമം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 10 മണിക്കാണ്. അപ്പോൾ 10 മണിക്ക് എത്തിയാൽ മതി അവിടെ. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മുളങ്കാട് ഉണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലോട്ട് വില്ല് പോലെ അങ്ങോട്ടോ വളഞ്ഞു വെച്ചിട്ടുള്ള നല്ല ലുക്കായിരുന്നു. ദെൻ നമ്മൾ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. ഇനി എൻ്റെ കുറച്ച് വീഡിയോ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇന്നൂര് പിന്നെ ആക്ച്വലി കുറച്ച് പൂക്കളൊക്കെ പറിച്ചാൽ ആള് സെറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചു. ആള് ഹാപ്പി. ദെൻ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇന്നുവിൻ്റെ പുതിയ മാലയാണ് ഇത്. ആൻഡ് ഇന്നുവിൻ്റെ ഇന്നത്തെ സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നമ്മൾ എൻ്റെ ഊരിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ജനം തന്നെ ഉണ്ട് കേട്ടോ. വെയിറ്റിങ്ങിൽ വൻ ക്യൂ ആയിരുന്നു. പക്ഷെ വൻ ക്യൂ. നമ്മൾ ഒരു 10:30 ആവുമ്പോഴാണ് അവിടെ എത്തിയത്. കിട്ടിയോ? ഓക്കെ, നല്ല കാറ്റുണ്ട്. മടിയാണേ? ഞാൻ കാണിച്ചാൽ ഇവിടെ അവിടെ കീണതുണ്ട്. ഇവിടെ ഇവിടെ നോക്ക്, കീണതുണ്ട്. അംഗൻവാടിയാണത് കണ്ടോ? അല്ല അല്ല അല്ല, അതാ കണ്ടോ? അംഗൻവാടി അല്ല പൊട്ടത്തിയേ, അതൊക്കെ കണ്ടോ? കീണ ഉണ്ടോ? അംഗൻവാടിയാണ് പൊട്ടത്തിയേ. പഴയ സൈസ് ഇത് വേലി. നമ്മൾ ടിക്കറ്റ് കളയണ്ടോ? അവിടെ കൊടുക്കണ്ടല്ലേ? അതേപോലെ അവിടെ ഇങ്ങോട്ട് കയറാം. നമ്മളിത് മേലോട്ട് കയറാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് നമ്മൾ 10:30 അവിടെ ടിക്കറ്റ് എടുത്ത് വെച്ചെങ്കിലും
ഒരു മണിക്കൂർ എടുത്തിട്ടോ മേലോട്ട് കയറാനുള്ള ജീപ്പ് കിട്ടാൻ. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ അവർ മേലോട്ട് അനുവദിക്കില്ല. അവരുടെ തന്നെ സർവീസിലുള്ള ജീപ്പുകളും അതേപോലെ 2 ടവേരയുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് മേലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറോളം വെയിറ്റിംഗ് ചെയ്യേണ്ടി വന്നു, അത്ര തിരക്കുണ്ടെന്ന്. ദെൻ നമ്മൾ മേലോട്ട് കയറിയിട്ട് അവിടെ എത്തിയിട്ട് തിരിച്ചു അവരുടെ തന്നെ വണ്ടിയിൽ തന്നെ തിരിച്ചു വരണം എന്നാണ് അവർ പറഞ്ഞത്. സോ വ്യൂ ഒക്കെ മേലോട്ട് കയറുമ്പോഴുള്ള വ്യൂ എല്ലാം നല്ല സെറ്റ് വ്യൂ ആയിരുന്നു കേട്ടോ. സോ ആ ദൂരെ കാണുന്നതാണ് എന്നൂര് വയനാട് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ അടുത്ത് ട്രൈബൽ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമുക്ക് താഴോട്ട് ഇറങ്ങി നമ്മൾ സെറ്റ് ചെയ്ത ഗോത്ര പൈതൃക ഗ്രാമം കാണാൻ. ട്രൈബൽ മാർക്കറ്റ് എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ കടകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊക്കെ പ്രത്യേക തരം പേരുകൾ അവർ ഇട്ടിട്ടുണ്ട്. നല്ല മലയാളം വാക്കുകൾ. സൗണ്ട് ചുമ്മാ കുത്തിക്കാതെ പൈസ ഇട്ടു. അതേമാതിരി ഭക്ഷണം വാതിൻ്റെ ഒരു പ്രത്യേകത നോക്കി. മീൻ കൂടാണ് അടുക്കള സെറ്റ് ചെയ്താണല്ലേ. അത് കുട്ടീനെ ഉറക്കാൻ വേണ്ടി. മണ്ണിന്റെ അല്ലേ മേല് വിറക്. ഇങ്ങനത്തെ ഉണ്ടാക്കാനല്ലേ? അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാം. നെക്സ്റ്റാക്കിട്ട് തൊലി കളയണതിന്റെ തൊലി ചെത്തിട്ടില്ലേ? മുളന്റെ മറ്റേ കൂട്
എന്നിട്ട് ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് മടങ്ങും പറഞ്ഞേ. ഇതല്ല, അതിന് വേറെ സാധനം നീളത്തിലുള്ള എടുക്കാൻ, നൂല് ഒരാൾക്ക് എടുക്കാൻ. ആ ആ ആ. എന്താ റെഡിനോ? ഇത് അവരുടെ ചുവരെഴുത്തും ഒരു ആദിവാസി ഊരിന്റെ ഒരു മാപ്പ് ആണ് അവിടെ കാണുന്നത്. നമുക്ക് നേരത്തെ കണ്ട ആദിവാസി മ്യൂസിക് ആൻഡ് ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഓരോ ടൈം ഇന്റർവെല്ലിനായിട്ട് അവർ പെർഫോം ചെയ്യുക. നമ്മൾ 12:45 പെർഫോമൻസ് ആണ് കണ്ടത്. ഒരു അരമണിക്കൂറൊക്കെ അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റെസ്റ്റ് എടുത്ത് വീണ്ടും പെർഫോം ചെയ്യുക, അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. സോ ഓക്കെ, ബൈ.